വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വനമേഖലയിലെ വന്യമൃഗ വാഹക ശേഷിയെക്കുറിച്ച് പഠനം നടത്താൻ ലക്ഷ്യമിട്ട് വനംവകുപ്പ് കാട്ടാന, കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ എണ്ണം വനവിസ്തൃതിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായെന്ന വാദം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. കേന്ദ്ര ഏജൻസിയായ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് പഠനം. നിശ്ചിത വനമേഖലയിലെ സ്വാഭാവിക വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി എത്ര വന്യജീവികൾക്ക് അതിജീവിക്കാനാകുമെന്നാണ് പ്രധാനമായും കണ്ടെത്തുക. വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഓരോ വന്യജീവികളിലെയും പരമാവധി സാന്ദ്രത എത്രയെന്നതും പരിശോധിക്കും. വനത്തോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ വന്യജീവികളുടെ എണ്ണത്തിന്റെ സുരക്ഷിത പരിധി വിലയിരുത്തും. സംസ്ഥാനത്തൊടുവിൽ നടന്നുവരുന്ന വന്യജീവി സർവേയിലെ വിവരങ്ങളും വാഹശേഷി കണ്ടെത്തുന്നതിൽ നിർണായകമാകും. നേരത്തെ 2-4 കാസിരംഗ സങ്കേതങ്ങളിൽ വന്യമൃഗ വാഹശേഷി നിർണയിച്ചിരുന്നു. ഇതേ മാതൃകയിലാകും സംസ്ഥാനത്തും പഠനം നടത്തുക. താങ്ങാനാകുന്നതിൽ കൂടുതൽ വന്യമൃഗങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ അവയെ മറ്റു കാടുകളിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ട്. വയനാട്ടിലെ കാടുകളിലാണ് ആദ്യഘട്ടത്തിൽ കണക്കെടുപ്പ് നടത്തുക. ഇടുക്കി വിഷൻ, കുമളി.